കൃപാസനം പത്രം ഫെബ്രുവരി 2026 പാർട്ട് 6. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അബുദാബിയിൽ നിന്നുള്ള ജോണികയുടെ സാക്ഷ്യം. സ്ട്രെസ്സും സ്ട്രെയിനും മൂലം ദീർഘനാൾ ഉറക്കമില്ലാതെ വിഷമിച്ച എനിക്ക് ഉടമ്പടിയിൽ ലഭിച്ച ഉടനടി അനുഭവം. അബുദാബിയിലായിരുന്ന എൻ്റെ ജോലിയിൽ ഉണ്ടായിരുന്ന സ്ട്രെസ് മൂലമാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ മമ്മിയുടെ നിർബന്ധം മൂലം ഞാൻ കൃപാസനത്തിൽ വന്ന് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചു പോയി. എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരു വിഷയമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഓൺലൈനായി ഉടമ്പടി എടുത്തു. അതിനുശേഷം ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് മരുന്നെടുക്കാതെ തന്നെ ഉറങ്ങാൻ പറ്റി. കൂടാതെ എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് മാറാൻ തീരുമാനിച്ചു. ഞങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിന് തീരുമാനിച്ചു. മമ്മി തന്ന ഉടമ്പടി കാശ് രൂപവുമായി പോയി ക്യാപ്സ് എക്സാം എഴുതി പാസ്സായി. പിന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എനിക്ക് ന്യൂസിലൻഡിൽ ജോലി ലഭിച്ചു. നിലമ്പൂരിൽ നിന്നുള്ള ജിബി ഐസക്കിന്റെ സാക്ഷ്യം. തട്ടിപ്പ് കേസിൽ അകപ്പെട്ട് ഫ്രീസായി പോയ ബാങ്കിൽ നിന്നും മാതാവിന്റെ ശക്തമായ ഇടപെടലിലൂടെ നിക്ഷേപിച്ച മുഴുവൻ പണവും എനിക്ക് തിരികെ കിട്ടി. പകുതി വിലയ്ക്ക് 50% സബ്സിഡിയോടുകൂടി സ്കൂട്ടർ കൊടുക്കുന്നുവെന്ന ഒരു ലിങ്ക് കിട്ടിയതിന് പ്രകാരം ഞാൻ ഒരു ചേട്ടന്റെ കയ്യിൽ 66,000 രൂപ കൊടുത്തു. അദ്ദേഹം അതൊരു NGOയിലേക്ക് അടയ്ക്കുകയും സ്കൂട്ടർ തരാമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ 2 ആഴ്ചയ്ക്കുള്ളിൽ അതൊരു തട്ടിപ്പായിരുന്നുവെന്ന് മനസ്സിലാകുകയും പണം കൊടുത്ത ചേട്ടനോട് പണം തിരികെ ചോദിച്ചപ്പോൾ അത് തിരികെ തരാൻ പറ്റില്ല, NGOയിലേക്ക് അടച്ചതല്ലേ എന്ന് ചോദിച്ചു. ഞാൻ കേസ് കൊടുത്തു. കോടതിയിൽ നിന്ന് വിഷയം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ഞാൻ ഉടമ്പടി പുതുക്കി ഈ വിഷയം നിയോഗം വെച്ച് ബാങ്കിന്റെ മുമ്പിൽ ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഫ്രീസായി പോയ ബാങ്കിൽ നിന്നും നിക്ഷേപിച്ച മുഴുവൻ തുകയും തിരികെ കിട്ടി. പത്തനംതിട്ട കോന്നിയിൽ നിന്നുള്ള സനൂപിന്റെ സാക്ഷ്യം. കണ്ണടച്ചു തുറന്നപ്പോൾ ലഭിച്ചത് കാനഡയിലെ ഏറ്റവും നല്ല കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗം. എനിക്ക് കാനഡയിൽ പഠിക്കാൻ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി എൻ്റെ അമ്മ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി IELTS പാസ്സായി വിദേശത്ത് പഠിക്കാൻ പോകുന്നതിനും ഡിസ്റ്റിങ്ഷനോടെ പാസ്സാകാനും സാധിച്ചു. അതിനുശേഷം കാനഡയിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു. വെഞ്ചരിച്ച ഉപ്പുമായി പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ കമ്പനിയിൽ ആർക്കും പെട്ടെന്ന് ജോലി ലഭിക്കില്ല. ആ സമയം ഒരു ബൈബിൾ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു ദിവസം അവിടുത്തെ റോഡ് സൈഡിൽ കിടന്ന് എനിക്കൊരു ബൈബിൾ കിട്ടുകയും എപ്പോഴും ഞാനത് വായിക്കുകയും കൃപാസനം മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി ആ കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ജോലി ലഭിച്ചു. എറണാകുളത്ത് നിന്നുള്ള സാനി സിസിലിയുടെ സാക്ഷ്യം. ഉടമ്പടി എടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ അമേരിക്കയിലേക്ക് പോകുന്നതിനുള്ള എൻ്റെ എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോയി. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് 1 വർഷം തികയുന്ന വേളയിൽ എൻ്റെ അധികാരികൾ എനിക്ക് അമേരിക്കയിലേക്ക് ട്രാൻസ്ഫർ തരികയുണ്ടായി. ഞാൻ സെപ്റ്റംബറിൽ അമേരിക്കയ്ക്ക് പോകുന്നതിനുള്ള പേപ്പർ വർക്കുകൾ ആരംഭിച്ചു. പക്ഷെ അപ്പോൾ അമേരിക്ക ഒരുപാട് സ്ട്രഗിൾ നേരിടുന്ന സമയമായിരുന്നു. അമേരിക്കൻ ഗവൺമെന്റ് ഷട്ട് ഡൗൺ പ്രഖ്യാപിച്ച സമയം മുതൽ പിന്നീട് അങ്ങോട്ട് തടസ്സങ്ങളുടെ ഒരു മാല തന്നെയായിരുന്നു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എൻ്റെ തടസ്സങ്ങളൊക്കെ മാറി. ചെന്നൈയിൽ വെച്ച് ഇന്റർവ്യൂവും ബയോമെട്രിക്കും കഴിഞ്ഞ് ഞാൻ അമേരിക്കയിലേക്ക് പോകുകയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ടാനിയ സന്തോഷിന്റെ സാക്ഷ്യം. 2.5 വയസ്സായിട്ടും കുഞ്ഞ് 7-8 വാക്കുകൾ മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. ഒറ്റ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിൽ നടന്ന അത്ഭുതങ്ങൾ. എന്റെ കുഞ്ഞ് ജനിച്ച് 2.5 വയസ്സായിട്ടും 7-8 വാക്കുകൾ മാത്രമേ സംസാരിക്കുകയുള്ളായിരുന്നു. പിന്നെ കുറച്ച് ഡിലേസും ഉണ്ടായിരുന്നു. ആ സമയം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ ആരാധനയിൽ ഓൺലൈനായി പങ്കെടുക്കുകയും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി 1 മാസത്തിനുള്ളിൽ തന്നെ മകൻ ഒരു ഫുൾ സെന്റൻസ് പറയാൻ തുടങ്ങി. 5 വയസ്സ് വരെ കുഞ്ഞിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് ഒരു അശരീരി പോലെ കേട്ടു. അതിനുശേഷം സൗഖ്യം ലഭിച്ചു. നോർത്ത് പറവൂരിൽ നിന്നുള്ള ജെയ്മോന്റെ സാക്ഷ്യം. ലൂർദ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ മാതാവ് നേരിട്ട് ഇടപെട്ടിട്ടാണ് എനിക്കൊരു കൃപാസനം പത്രം കിട്ടുന്നത്. അതെന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. എനിക്ക് ഹൈ പ്രഷർ മൂലം ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ അഡ്രീനൽ ഗ്രന്ഥിയിൽ മുഴകളുണ്ടെന്നറിഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഞാൻ താഴെ ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോ കാണുകയും മാതാവ് എന്നോട് നീ എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്റെ രോഗം മാറ്റിത്തരാം എന്ന് പറയുന്നതായി തോന്നി. ഞാൻ ആ ഗ്രോട്ടോയുടെ അടുത്ത് ചെന്നപ്പോൾ ഒരു കൃപാസനം പത്രം കിട്ടുകയും അത് മുഴുവൻ വായിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അന്ന് തുടങ്ങി മാതാവ് എൻ്റെ കൂടെയുണ്ട്. എനിക്ക് സൗഖ്യം ലഭിച്ചു.
കൂടാതെ എന്റെ മകൾക്ക് 2-3 ദിവസമായി മോഷൻ പോകാതെ വയറുവേദന മൂലം വിഷമിച്ചു. വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുത്തതിന്റെ ഫലമായി മകൾക്ക് മോഷൻ പോവുകയും വേദന മാറുകയും ചെയ്തു. കുണ്ടറയിൽ നിന്നുള്ള ബിജു LT സാക്ഷ്യം. വിശ്വാസമില്ലാതെ പരീക്ഷിക്കാനാണ് കൃപാസനത്തിൽ വന്നത്. അമ്മ പിന്തുടർന്നു വന്ന് എന്നെ അനുഗ്രഹിച്ചു. എന്റെ ആന്റി ഉടമ്പടി എടുത്താൽ ഉടനടി പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അത് പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ വെക്കാൻ എനിക്ക് പ്രത്യേകിച്ച് നിയോഗങ്ങളൊന്നുമില്ലായിരുന്നു. ചുമ്മാ ഒന്ന് വന്നുപോയി. പക്ഷെ അമ്മ എന്റെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് പിന്നീട് മനസ്സിലായി. ഒരു ഫോറസ്റ്റ് ഓഫീസറായി ജോലി ചെയ്യുന്ന ഞാൻ ആനകൾ കയറാതിരിക്കാൻ വെച്ചിരുന്ന പാഴ്ത്തടിയിൽ ചവിട്ടി തടി ഒടിഞ്ഞ് 10 അടി താഴ്ചയിലേക്ക് വീണ് ഇയർ ഡ്രം പൊട്ടി എന്റെ കേൾവിശക്തി കുറഞ്ഞു. ഡോക്ടർ സർജറി പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം പുരട്ടിയതിന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു. മൂവാറ്റുപുഴയിൽ നിന്നുള്ള സനിതയുടെ സാക്ഷ്യം. ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സമയ ചുരുക്കത്തിന്റെ വലിയ ദൈവാനുഭവം ഞാനും അനുഭവിച്ചു. ഞാൻ 10 വർഷമായി മേടിച്ചിട്ടിരുന്ന സ്ഥലത്ത് വഴിയുടെ പ്രശ്നമുള്ളതിനാൽ അത് വിൽക്കാനിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അത് വിൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഞാൻ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ സ്ഥലത്ത് തന്നെ ഭവനം പണിയുന്നതിന് വേണ്ടി കുറ്റിയടിച്ചു. അതിനുള്ളിൽ തന്നെ അവിടെ വഴി വാങ്ങുന്നതിനും അതിനുശേഷം നല്ലൊരു ഭവനം പണിയുന്നതിനും സാധിച്ചു. കൂടാതെ വർഷങ്ങളായി എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എനിക്ക് സൗഖ്യം ലഭിച്ചു. അങ്കമാലിയിൽ നിന്നുള്ള അലീന ജോജിയുടെ സാക്ഷ്യം. പരിശുദ്ധ അമ്മയുടെ തൈലത്തിന് മുകളിൽ കത്തിവെക്കാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ നടന്ന അത്ഭുതം. എന്റെ ചേച്ചി പ്രഗ്നന്റ് ആയി 1.5 മാസം കഴിഞ്ഞപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടായി. ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞ് കിടക്കുന്ന പൊസിഷൻ ഒത്തിരി താഴെയാണെന്നും അതിനാൽ 100% കുഞ്ഞ് അബോർഷനായി പോകുന്നതിനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം ചേച്ചിയുടെ വയറിൽ പുരട്ടി പ്രാർത്ഥിച്ചു. 35 ആഴ്ചയായപ്പോൾ ചേച്ചിക്ക് ഫ്ലൂയിഡ് പോകാൻ തുടങ്ങി. കുഞ്ഞ് ഇറങ്ങി വരാൻ ഒത്തിരി താമസമുണ്ടെന്നും സിസേറിയൻ വേണമെന്നും പറഞ്ഞു. ഞാൻ ഉടമ്പടി തൈലം പുരട്ടി കത്തിവെക്കാൻ ഇടയാക്കലേ എന്ന് പ്രാർത്ഥിച്ചു. സുഖപ്രസവം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ക്രിസ്റ്റി ജോർജിന്റെ സാക്ഷ്യം. മരിയൻ ഉടമ്പടി വഴി വിവാഹം കഴിഞ്ഞ് 10 വർഷങ്ങൾക്ക് ശേഷം മാതാവ് തന്നത് ഇരട്ടക്കുട്ടികളെ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 10 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. മരുന്നുകളൊന്നും ഫലിച്ചില്ല. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞാൻ പ്രഗ്നന്റ് ആയി. ഉടമ്പടി തൈലം വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെയും ഫലമായി യാതൊരു കുഴപ്പവും കൂടാതെ ഇരട്ടക്കുട്ടികളെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു.